ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സെലറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് ഇലയും ഒരേപോലെ ഉപയോഗമുള്ളതാണ്. കാരണം തണ്ട് നിറച്ച് നാരും വെള്ളവും അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ കുടിക്കാനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്കൊരു ഗ്ലാസ് സെലറി ജ്യൂസ് കുടിക്കാവുന്നതാണ്. പിന്നെ മലബന്ധം ഉള്ളവർക്ക് ഒന്നാം തരമാണ്. അതേപോലെ കൊളസ്ട്രോളിന് കൺട്രോൾ ചെയ്യുന്നതിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് സെലറി എന്ന് പറയുന്നത്. അപ്പോൾ സെലറിയുടെ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പം സെലറി എൻ്റെ ബാക്ക് യാർഡിൽ നിന്ന് തന്നെ ഞാൻ പറിക്കുകയാണ്. ഇതെൻ്റെ ബാക്ക് യാർഡിൽ ഉണ്ടായ സെലറിയാണ് കേട്ടോ. ഞാൻ നട്ടത് തന്നെയാണ്. അപ്പം ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയും എടുക്കുന്നില്ല, ഇതിൽ നിന്ന് കുറച്ച് ഇല മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുതിനയാണ്. അപ്പോൾ അതും ഞാൻ എൻ്റെ ബാക്ക് യാർഡിൽ തന്നെ നട്ടതാണ്. അപ്പോൾ അത് ഞാൻ ഒരു പിടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് സെലറി വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ സെലറി തണ്ടോടുകൂടി തന്നെ എടുക്കാം. ഇപ്പോൾ ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല, തണ്ടായാലും മതി. അപ്പോൾ ഞാൻ പക്ഷേ രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങ് ഇടുകയാണ്. ഇലയും അതിൻ്റെ തണ്ടും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയതായിട്ട് ഇത്തിരി വലുതായിട്ട് പീസസ് ആയിട്ട് അടിച്ചാൽ മതി. ഇപ്പം ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു 3 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിന് പകരം വേണമെങ്കിൽ ഗ്രീൻ ആപ്പിൾ എടുക്കാം കേട്ടോ. പിന്നെ ഒരു നാരങ്ങ എടുത്തു, ഒരു പിടി പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സെലറിയാണ്, ഇത്രയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് എടുക്കണം. ഒരു നാരങ്ങയുടെ ജ്യൂസ് മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഒരു 4 ഗ്ലാസിൻ്റെ അളവാണ് കാണിക്കുന്നത്. പിന്നെ ഓറഞ്ച് നമുക്ക് അതേപോലെ അടിച്ചെടുക്കാം, കാരണം അരിക്കണം എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഇത് ജ്യൂസ് ആക്കണ്ട. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയിലിട്ട് അങ്ങ് അടിക്കാം. സാധാ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെയാണ്. പിന്നെ സെലറി ജ്യൂസ് വളരെ പോഷകസമൃദ്ധമായ ഒരു ജ്യൂസാണ് കേട്ടോ. അതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ജ്യൂസ് എല്ലാവർക്കും അറിയാൻ അടിക്കാൻ ഈസിയാണ്. അപ്പം ഒരു 4 ഗ്ലാസ് വെള്ളമാണ് അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിക്കാൻ പോവുകയാണ്. പിന്നെ ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഒരു ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല ഇവിടെ. കാരണം ഈ സെലറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ ഫ്ലേവർ കുറച്ചൊന്ന് ഒരു സ്ട്രോങ് ഫ്ലേവറാണ്. അപ്പോൾ ഇഞ്ചിയും കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാട് അതിൻ്റെ ഫ്ലേവർ ഇതങ്ങ് സ്ട്രോങ് ആവും. പിന്നെ ചെറിയൊരു പീസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വയറ്റിന് നല്ലതാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് കുറച്ച് ചേർക്കാം. ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം, അത് അല്ലെങ്കിൽ തേൻ ചേർക്കാം, അത് അവരുടെ ഇഷ്ടത്തിന് അടിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിച്ചെടുത്ത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് അതുപോലെ ഇരിക്കുകയും ചെയ്യും. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ജ്യൂസുമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് ശരിക്കും ഈ മലബന്ധമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നാം തരമാണ് കേട്ടോ ഇതിന്. പിന്നെ അതേപോലെ തന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ ഉപകരിക്കുന്നതാണ്. പിന്നെ ഇത് നടുന്ന രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതേപോലെ അതിൻ്റെ വേരൊന്നും വേണമെന്നില്ല, അതിൻ്റെ അടിവശം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് നമുക്കൊരു ജനലിൻ്റെ അരിവിൽ വെച്ചാൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്ന് വേര് വരും. അതല്ലാന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് മണ്ണിൽ നട്ടുവെക്കാം. ഇത് ശരിക്കും നന്നായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ, നല്ലതുപോലെ പിടിച്ച് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി 2-3 ഇല പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഐസൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഐസ് ക്യൂബ് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് ഇതേണക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ഒന്ന് കുടിച്ച് നോക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു ജ്യൂസാണ് കേട്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. പിന്നെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇത് നട്ട് വളർത്തുകയാണെങ്കിൽ ഓടിച്ചെന്ന് പറിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഓറഞ്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം അടിച്ചെടുക്കാം. ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കുക. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ അത് നട്ട് വീട്ടിൽ കിളിർപ്പിക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. Until then, bye and take care.